ഹലോ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നമുക്കെങ്ങനെ ലൈറ്റ്റൂം ഉപയോഗിച്ച് കളർ ഗ്രേഡ് ചെയ്യാമെന്നാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ബേസിക് ആയിട്ടുള്ള കളർ ഗ്രേഡിങ്ങാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മളാദ്യം ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് എഡിറ്റിംഗ് ആണ് നമ്മളാദ്യം ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ലൈറ്റ് ടൂളിലേക്ക് പോകാം. ലൈറ്റ് ടൂളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ എക്സ്പോഷർ കാണാം. എക്സ്പോഷർ നമുക്ക് കുറച്ച് കൂട്ടാം. കോൺട്രാസ്റ്റ് ഒരു പൊടിക്ക് കൂട്ടാം. ഹൈലൈറ്റ്സ് ഒരു പൊടിക്ക് കൂട്ടാം. ഷാഡോസ് ഒരു പൊടിക്ക് കൂട്ടാം. വൈറ്റ്സ് ഒരു പൊടിക്ക് കുറയ്ക്കാം. ബ്ലാക്ക്സ് ഒരു പൊടിക്ക് കുറയ്ക്കാം. അപ്പം നമ്മുടെ ബേസിക് ആയിട്ടുള്ള ലൈറ്റിങ്ങിൻ്റെ സെറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി കെയർ ടൂളിലേക്ക് പോകാം. നമുക്കൊരു ചെറിയൊരു കെയർ സെറ്റ് ചെയ്യാം. ഇവിടെ കെയറിൻ്റെ സെറ്റിങ്സ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡൺ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി കളർ ഗ്രേഡ് ചെയ്യാം. അപ്പം കളർ ഗ്രേഡ് ചെയ്യേണ്ട ആദ്യം നമുക്ക് കളർ ടൂളിലേക്ക് വേണം. കളർ ടൂള് ലൈറ്റ് ടൂളിൽ തൊട്ടെടുക്കാൻ ടൂളാണ് കളർ ടൂള്. കളർ ടൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം കാണാം ഒരു 4 ഓപ്ഷനുകൾ: ടെമ്പറേച്ചർ, ടിൻറ്റ്, വൈബ്രൻസ്, സാച്ചുറേഷൻ. നമുക്ക് ടെമ്പറേച്ചർ ഒരു പൊടിക്ക് കൂട്ടാം. ടിൻറ്റ് ഒരു പൊടിക്ക് കുറയ്ക്കാം. വൈബ്രൻസ് ഒരു പൊടിക്ക് കുറയ്ക്കാം. സാച്ചുറേഷൻ ഒരു പൊടിക്ക് കൂട്ടാം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സെറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്ത മിക്സ് ടൂളിലേക്കാണ്. മിക്സ് ടൂൾ എന്ന് പറയുന്നത് കളർ ഗ്രേഡിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മിക്സ് ടൂള്. നമുക്ക് മിക്സ് ടൂളിലേക്ക് പോകാം. ഇത് മിക്സ് ടൂളിൻ്റെ അകത്ത് കാണുവാണെങ്കിൽ കുറേ കളറുകൾ കാണാം. ഈ കളറുകൾ എന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോയ്ക്കകത്ത് ഓരോ കളറും സ്പെസിഫിക് ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം പച്ച എടുക്കുകയാണെങ്കിൽ പച്ച സാച്ചുറേഷൻ പറഞ്ഞാൽ നമുക്ക് ഒരു ഡാർക്ക് മൂഡ് വരുന്നതാണ് നമുക്ക് കാണാൻ. അപ്പം പച്ചക്കൂട്ടമാണ് ഒരു യെല്ലോ കളർ വേറെ വരുന്നുണ്ട്. നമ്മുടെ ഫോട്ടോയ്ക്കകത്ത് കുറച്ച് യെല്ലോ വേറെ വരണം. നമുക്കിത് സാച്ചുറേഷൻ കൂട്ടാം. ഹ്യൂ കുറച്ച് കുറയ്ക്കാം. ബ്ലൂമിൻസ് കുറച്ച് കൊടുക്കാം. അതിൽ നമ്മൾ പോകാൻ പോകുന്നത് യെല്ലോയിലേക്കാണ്. യെല്ലോയിലേക്ക് പോയിട്ട് യെല്ലോയുടെ സാച്ചുറേഷൻ ഒരു പൊടിക്ക് കുറയ്ക്കാം. ഹ്യൂ കുറച്ച് കൂട്ടാം. ബ്ലൂമിൻസും കുറച്ച് കൂട്ടാം. അത് കഴിഞ്ഞ് നമ്മൾ പോകാൻ പോകുന്നത് റെഡിലേക്കാണ്. റെഡല്ല, ഓറഞ്ചിലേക്കാണ്. ഓറഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സാച്ചുറേഷൻ ഒന്ന് പൊടിക്ക് കുറയ്ക്കാം. ബ്ലൂമിൻസ് ഒരു പൊടിക്ക് കൂട്ടാം. ഹ്യൂ ഒരു പൊടിക്ക് കൂട്ടാം. അത് നമ്മൾ റെഡിലേക്കാണ് പോകുന്നത്. റെഡിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് സാച്ചുറേഷൻ ഒരു പൊടിക്ക് കൂട്ടാം. ബ്ലൂമിൻസ് ഒരു പൊടിക്ക് കൂട്ടാം. ഹ്യൂ ഒരു പൊടിക്ക് കുറയ്ക്കാം. നമ്മുടെ ഏകദേശം കളർ ഗ്രേഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ബേസിക് കളർ ഗ്രേഡിങ്. നമുക്ക് ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ ഒന്ന് കണ്ടു നോക്കാം. ഇനി ഇതാണ് ഈ ഫോട്ടോയുടെ ബിഫോർ ആഫ്റ്റർ. നമുക്ക് കാണാനാണ് ഈ ഫോട്ടോയിലുള്ള വ്യത്യാസം.